ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. വിദർഭ മുതൽ വടക്കൻ കേരളം വരെ നീണ്ടുനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയും പടിഞ്ഞാറൻ കാറ്റിന്റെ ഉയർന്ന ലെവലിൽ രൂപം കൊണ്ട മറ്റൊരു ന്യൂനമർദ്ദപാത്തിയും മൂലം കേരളത്തിലുൾപ്പെടെ ഇന്നും വേനൽമഴയ്ക്ക് സാധ്യതയെന്ന് മെറ്റ്ബീറ്റ് വെതർ. ഉച്ചയ്ക്കുശേഷം വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നൽ മഴ ലഭിക്കും. ഇന്നലെയും സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നലെ മഴ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് എല്ലാ ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ മാസം 29 വരെ ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് വേനൽമഴ തുടരുമെന്ന് മെറ്റ്ബീറ്റ് വെതർ അറിയിക്കുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണം. ഇന്നലത്തെ അപേക്ഷിച്ച് മഴ കുറയുമെങ്കിലും ഒറ്റപ്പെട്ട മഴ വിവിധ ജില്ലകളിൽ ലഭിക്കും. ചൊവ്വാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായി വീണ്ടും വേനൽമഴ സജീവമാകുമെന്ന് മെറ്റ്ബീറ്റ് വെതറിലെ നിരീക്ഷകർ പറയുന്നു. കാസർകോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് ചൊവ്വാഴ്ച മുതൽ മഴയെത്തും. അതേസമയം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ കുറയുകയും ചെയ്യും. ഇന്ന് പാലക്കാട് ജില്ലയിലെ അഗളി, അട്ടപ്പാടി, മണ്ണാർക്കാട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ പ്രദേശങ്ങൾ, മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ, വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഏതാനും പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴ ലഭിക്കും. തിരുവനന്തപുരത്തും ഒറ്റപ്പെട്ട മഴ സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.